ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ജമ്മു കാശ്മീരിലെ കുറേ വീഡിയോസ് പെൻഡിങ്ങിലുണ്ട്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ആലപ്പുഴയിലെ എൻ്റെ സുഹൃത്ത് മുകേഷിൻ്റെ വീട്ടിലേക്കാണ്. ഇവിടെ നിന്ന് ഫുഡ് അടിച്ച് നേരെ വാഗമണ്ണിലേക്കാണ്. നൈറ്റ് ഇവിടെ കുന്നിൻ്റെ മുകളിൽ തന്നെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്തു. രാവിലെ 6:30 ആയിട്ടുണ്ട്. ഇങ്ങനെ നോക്ക്, ആ പാറക്കെട്ടിലേക്ക് നോക്ക്. നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരി നിന്ന് ആലപ്പുഴ പോകുന്ന റൂട്ടാണ്. ഒരു സൈഡിൽ പുഴയും ഒരു സൈഡ് നെൽപ്പാടങ്ങളാണുള്ളത്. ഈ പുഴയിൽ നിറയെ കരിമീനുള്ള പ്ലേസാണ്. ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ടാവും. നല്ല വെയിലാണ്. വലിയ തിരക്കുകളൊന്നുമില്ലാത്ത നല്ല ഹൈവേ റോഡാണ്. ഇവിടുന്ന് കുറച്ച് മുന്നേ വരുമ്പോൾ കുട്ടനാടൻ നെൽപ്പാടങ്ങൾ കാണാൻ സാധിക്കും. റോഡിന് ഇരുവശത്തും നെൽപ്പാടങ്ങളാണ്. മെയിൻ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ആലപ്പുഴയിലോട്ട് പോകാം. ഈ ഭാഗത്തൂടെ പോകുമ്പോൾ വെറൈറ്റി ആയിട്ട് ഫുഡ് കിട്ടുന്ന ഒരു കള്ള് ഷാപ്പുണ്ട്, നല്ല കരിമീനൊക്കെ ഉള്ള. കൈലാസം എന്നാണ് ഷാപ്പിൻ്റെ പേര്. ഇതൊരു ഫാമിലി റെസ്റ്റോറൻറ്റ് കൂടെയാണ്. ഈ പാലം ക്രോസ് ചെയ്ത് നേരെ പോയ കൈനകരിയിലെത്താം. നമ്മൾ ഈ പാലം കഴിഞ്ഞ് ബണ്ട് റോഡ് വഴി നേരെ പോകുന്ന എൻ്റെ സുഹൃത്ത് മുകേഷിൻ്റെ വീട്ടിലേക്കാണ്. ഇവിടെ നിന്നൊരു 300 മീറ്റർ ഉണ്ടാവും നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക്. നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ വീടിൻ്റെ ഫ്രണ്ട് കരിമീനൊക്കെ ഉള്ളൊരു പുഴയാണ്. ബാക്ക് സൈഡ് ഫുള്ള് വയലാണ്. ഇപ്പോൾ ഏകദേശം 1 മണിയായി. ഇവിടെ നിന്ന് ഫുഡ് അടിച്ചിട്ട് നേരെ വാഗമണ്ണിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് തിരിച്ച് ഇവിടെ വാഗമണ്ണിലെത്തിയപ്പോഴത്തേക്ക് ഈവനിങ് ആയി. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് വാഗമണ്ണിൽ നിന്നൊരു 15 കിലോമീറ്റർ മുന്നേ ഏലപ്പാറ പോകുന്ന വഴിയാണ്. ഇവിടെ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നത് കാണാം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് മുകളിലോട്ട് കയറുകയാണ്. ഇന്ന് നൈറ്റ് സ്റ്റേ നമ്മുടെ ഈ കുന്നിൻ്റെ മുകളിലാണ്. ഇപ്പോൾ ഇവിടെ നല്ല ക്ലൈമറ്റാണ്, ചെറിയ തണുപ്പുണ്ട്. അതുപോലെ മുകളിലോട്ട് കയറി വരുന്ന സമയത്ത് കുറച്ച് കാട്ടുകോഴികളൊക്കെ ഉണ്ടായിരുന്നു. അത് ആളിനെ കണ്ടപ്പോൾ തന്നെ ഓടിക്കളഞ്ഞു. ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. 6:09 ആയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അടിക്കാൻ പോകുന്ന പ്ലേസ്. പക്ഷികളൊക്കെ വിളിക്കുന്നത് കേൾക്കാം. തികച്ചും ശാന്തമായൊരു പ്രദേശമാണ്. ഇപ്പോൾ ഇതാ ഇരുട്ടി തുടങ്ങി. രാത്രി ആയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ടെൻ്റ് അടിക്കണം. ടെൻ്റ് അടിക്കാനുള്ള സാധനങ്ങളെല്ലാം വിളിയെടുക്കുകയാണ്. ടെൻ്റ് അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നല്ല ഇരുട്ടായി, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലായി. ഇപ്പോൾ ടെൻറ്റിനകത്താണുള്ളത്. ഇപ്പോൾ സമയം ഒരു 8 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഗുഡ് നൈറ്റ്. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിന്ന് നമ്മുടെ ടെമ്പറേച്ചർ 16 ഡിഗ്രിയാണ്. രാവിലെ 6:30 ആയിട്ടുണ്ട്. ഈ ഏലപ്പാറ വന്നിട്ട് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണുള്ളത്. നൈറ്റിൽ അങ്ങനെ അധികം അവശബ്ദങ്ങളൊന്നും കേട്ടില്ല. 1 മണിക്കൊരു പക്ഷി ചിലയ്ക്കുന്ന സൗണ്ട് മാത്രം കേട്ടു. അധികം ആരും ഇങ്ങനത്തെ ഉള്ള റിസ്ക് എടുക്കാതിരിക്കുക രാത്രി വന്ന് കിടക്കുന്നത്. നമ്മുടെ ടെൻറ്റ് ഫുള്ള് മഞ്ഞ് വീണ് നനഞ്ഞിരിക്കുകയാണ്. കുഞ്ഞ് സ്ലീപ്പിംഗ് ബേ ഉള്ളത് കാരണം തണുപ്പൊട്ടും അടിച്ചില്ല. രാവിലെ ചെറിയ കുക്കിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു കോഫി ഇടാൻ പോവുകയാണ്. നമ്മുടെ സ്റ്റൗ കത്തി തുടങ്ങി. ചെറിയ കാറ്റ് വീശുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫുഡ് ഉണ്ടാക്കുന്നു, കോഫി ഉണ്ടാക്കുന്നു, ചായ ഉണ്ടാക്കുന്നു. ഇവിടെ പ്ലാസ്റ്റിക്കുകളൊന്നും വലിച്ചെറിഞ്ഞിട്ട് പോകാതിരിക്കുക. വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ കോഫി പൗഡറും ഷുഗറൊക്കെ ഇട്ട് കോഫി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചെറിയ തണുപ്പുള്ളത് കാരണമാണ് കോട്ട് അടിക്കാത്തത്. നൈറ്റ് ഉറങ്ങുന്ന സമയത്ത് കോട്ടില്ലാതെയാണ് കിടന്നത്. പിന്നെ നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട്. ചിയേഴ്സ്. അടുത്ത് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിന് നമ്മളിപ്പോൾ ഓട്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്സ് ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങാണ്. അതിനുവേണ്ടി വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ട് നമ്മൾ ഒരു ബോഡി ഒന്ന് ചൂടാക്കാൻ പോവുകയാണ് എക്സസൈസ് ചെയ്യാൻ വേണ്ടി. ഇത് മിലിറ്ററി പുഷപ്പ് എന്നാണ് പറയപ്പെടുന്നത്. ഓരോന്നും 5 സെറ്റ് വെച്ചെടുക്കണം. ഒരു 50 എടുത്താൽ മതി ഡെയിലി രാവിലെ. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ച് ഓട്സ് ഇടാൻ പോവുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് നല്ലതാണ്. അതുപോലെ അതിൻ്റെ കൂടെ 2 മുട്ട ഇവിടെ ഉണ്ടായിരുന്ന കുറച്ചുകൂടെ നല്ലതാണ്. പക്ഷേ മുട്ട നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഓട്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് സെറ്റാകും.
നമ്മുടെ ഓട്സ് റെഡി ആയിട്ടുണ്ട്. വെയിൽ വരാൻ തുടങ്ങി, സൂര്യ ഉദിച്ച് വരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് പോകാനുള്ള ടൈമായി. ഇത് ടെൻറ്റ് ഉണങ്ങാത്തതിലാണ് ഇപ്പോൾ ടെൻറ്റ് അങ്ങനെ വെച്ചിരിക്കുന്നത്, ടെൻറ്റ് ഉണങ്ങാൻ വേണ്ടി. ടെൻറ്റ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ടെൻറ്റ് വന്നിട്ട് 2 ലെയറാണ്, ഒന്ന് ഔട്ടർ ഒന്ന് ഇന്നർ. നമ്മളിപ്പോൾ എടുക്കുന്നത് ഔട്ടറാണ്. ഔട്ടർ എടുത്ത് വെള്ളമെല്ലാം കുടഞ്ഞിട്ട് അത് ഫോൾഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇന്നർ ഫോൾഡ് ചെയ്യും. ഇവിടെ നിന്നെല്ലാം പാക്ക് ചെയ്ത് നേരെ പോകുന്നത് നമ്മുടെ വാഗമൺ DTPCയുടെ കീഴിലുള്ള ഗ്ലാസ് ബ്രിഡ്ജും അതുപോലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസുള്ള പ്ലേസിലോട്ടാണ്. ഇത് കമ്പിയിലുള്ള റോപ്പാണ്. റോപ്പ് 2 സൈഡും വലിച്ച് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലൂടെയാണ് സൈക്കിൾ ചെയ്ത് പോകുന്നത്. ബാക്കിൽ നമുക്ക് ഗാർഡുണ്ട് വീഴാതിരിക്കാനുള്ള. അതിൽ 2 ഐറ്റം ഉണ്ട്. ഒന്ന് സൈക്ലിങ്ങും അതുപോലെ വേറൊരെണ്ണം പിന്നെ റോളായിട്ട് കറങ്ങി വരുന്ന ഒരു ഐറ്റം. ഇത് രണ്ടും ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഇവൻ്റാണ്. ഇപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ കാൻഡിവില്ലർ ഗ്ലാസ് ബ്രിഡ്ജാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ഇവിടുത്തെ സ്റ്റാഫാണ്. ഇന്നത്തെ ദിവസം ആദ്യം കയറുന്നത് ഞാനാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക്. ഈ ബ്രിഡ്ജ് വന്നിട്ട് സ്റ്റീൽ റോപ്പ് കൊണ്ടാണ് കെട്ടി നിർത്തിയിരിക്കുന്നത്. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം രാവിലെ 9 മണിയാണ്. 40 മീറ്ററാണ് ഈ ബ്രിഡ്ജിൻ്റെ നീളം. നേരത്തെ 500 റുപ്പീസായിരുന്നു ചാർജ്, ഇപ്പോൾ 250 റുപ്പീസാണ് ഇതിൻ്റെ എൻട്രി ഫീസ്. ഫുഡ് ബിയറെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഇതിനകത്തോട്ട് എൻട്രി ആകേണ്ടത്. ഇതിൻ്റെ എൻഡിലോട്ട് അടുക്കുമ്പോൾ ഒരു നല്ലൊരു ഫീലിംഗാണ്. നല്ല കാറ്റുണ്ട്, അതുപോലെ ഒരു വല്ലാത്തൊരു ഫീലാണ്. ബ്രിഡ്ജ് DTPCയുടെ കീഴിൽ ക്യാപ്ചർ ഡേ പ്രൈവറ്റ് ലിമിറ്റഡാണ് നിർമ്മിച്ചിട്ടുള്ളത്. തലചുറ്റലോ അതുപോലെ ബോധക്ഷയം എന്തെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ ഈ ബ്രിഡ്ജിൽ കയറുന്ന ഒഴിവാക്കുക. ഒക്ടോബർ മുതൽ മാർച്ച് മാസം വരെയാണ് വിസിറ്റിങ്ങിന് പറ്റിയ ടൈം. തൊടരുത്, ഇങ്ങനെ നോക്ക്, ആ പാറക്കെട്ടിലേക്ക് നോക്ക്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.